ഇന്നലെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒരു അഭിപ്രായം പൊതുജനങ്ങളോട് ചോദിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ വേനലവധി എന്ന് പറയുന്നത് മൺസൂൺ അവധിയാക്കിയാലോ, അതായത് ഏപ്രിൽ മെയ് അവധി മാറ്റിയിട്ട് ജൂൺ ജൂലൈയിലാക്കിയാലോ എന്ന്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പ്ലീസ് ഒന്ന് പറയാമോ? എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഏപ്രിൽ മെയ് മാറ്റി ജൂൺ ജൂലൈ അവധിയാക്കിയിട്ട് ശനി ഞായറും അവധി തിങ്കളും ചൊവ്വയും ആക്കിയിട്ട് അങ്ങനെ ഒരു മാറ്റം വരുത്തണം. ഒരു വിപ്ലവാത്മകരമായ ഒരു മാറ്റം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ലേ? എന്താണ് സാറേ, എല്ലാ നാട്ടിലും നമ്മൾ കേട്ടിട്ടുള്ളത് സമ്മർ വെക്കേഷൻ എന്നാണ്. പിന്നെ ഇവിടെ മാത്രം ഇപ്പോൾ എന്താണ് ഇത്ര പ്രത്യേകത മനസ്സിലാവുന്നില്ല. കാരണം ഈ ചൂടത്തിരുന്ന് പിള്ളേരെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഈ ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴത്തേക്കും തന്നെ പിള്ളേർ അസ്വസ്ഥരാണ് ഈ ചൂട് കാരണം. കുറച്ച് വലിയ പിള്ളേരെ കാര്യമല്ല ഞാൻ പറയുന്നത്, ചെറിയ പിള്ളേരെയൊക്കെ സംബന്ധിച്ച് ഈ ചൂടും പഠിത്തവും ഈ പോക്കും വരവും എല്ലാം വളരെ റിസ്ക്കിയാണ്, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനത്തെ ഭോഷത്തരങ്ങളൊന്നും ചെയ്തേക്കല്ലേ. പിന്നെ ഈ 10 മാസത്തെ ഈ എന്താ പറയുക പഠനമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുന്നത് ഈ 2 മാസം എവിടെയെങ്കിലുമൊക്കെ പോയിട്ടാണ്, ഒരു വെക്കേഷനൊക്കെ ആസ്വദിച്ചിട്ടാണ്. മഴയത്ത് എവിടെ പോകാനാണ്? മഴ തുടങ്ങി എവിടെയെങ്കിലും പോകാൻ പറ്റും? അതിപ്പോൾ നിങ്ങൾക്ക് മാറ്റണം. കാരണം ഈ മഴ പെയ്യുമ്പോൾ പല സ്കൂളുകളും ഇടിഞ്ഞു കെട്ടി താഴോട്ട് വീഴുക അല്ലേ. അതുകൊണ്ട് ഈ മഴയത്ത് പിള്ളേരെ ഈ സ്കൂളിനെ തിരുത്താൻ ഒരു ഭയം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്കൂൾ അടച്ചിടലല്ല, നല്ല ഇൻസ്പെക്ഷൻ നടത്ത്. ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂളിലേക്ക് ലൈസൻസ് പിന്നാൾ മറ്റേ മാനേജ്മെൻറ്റ് മാറ്റി മാറ്റി എടുക്ക്. സർക്കാർ സ്കൂളുകൾ തന്നെ മോശമാണെങ്കിൽ അത് വൃത്തിയാക്കിയിട്ട് പിള്ളേർ പഠനയോഗ്യമാക്ക്. അല്ലാതെ മഴയാണെന്ന് പറഞ്ഞ് സ്കൂൾ അടച്ച് അതായത് എലിനെ പേടിച്ച് ഇല്ലം ചൂടുന്ന ഒരു പരിപാടി അവിടെ ശരിയല്ല. മന്ത്രിയുടെ മനസ്സിൽ ഇതുപോലത്തെ മോശമായ ചിന്തകളൊക്കെ വരുന്നത് അത്ര നല്ല സൂചനയല്ലോ.